ശിഷ്യ സാധുക്കളായ ഞങ്ങൾക്ക് ഏതോ ഒരു മാസം, ഏതോ ഒരു സമയം, ഏതോ ഒരു സ്ഥലത്ത് വെച്ച് നീ മൗത്ത് കണക്കാക്കിയിട്ടുണ്ട്. എവിടെ വെച്ചാണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ മരണവേളയിൽ മഹാന്മാരുടെ മദത് തന്ന് സാധുക്കളായ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. വലിയ മഹാനാണ്, വലിയ ആലിമുമാണ്. അവിടുത്തെ ലോകം തന്നെ ഒരു വ്യത്യസ്തമായ ലോകമാണ്. സാധുവായ ഞാൻ മഹാനവറുകളിൽ നിന്ന് നേരിട്ട് കറാമത്ത് അനുഭവിച്ച വയനാട് ജില്ലയിൽ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്. മഹാന്മാരെ സ്നേഹിക്കുന്നയാളാണ്, ആദരിക്കുന്നയാളാണ്, മുത്തഅല്ലിമീങ്ങളെ പോലും നന്നായി പരിഗണിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പരിപാടി കഴിഞ്ഞു വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തി. ജീവിതത്തിന്റെ ഗതിവിഗതികളെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് അനുഭവം പങ്കുവെച്ചു. പ്രസവിച്ചാന്ന് എനിക്കൊരു കുഴപ്പമില്ല, പെട്ടെന്ന് പോളിയോ രോഗം പിടിപെട്ട് ഞാനൊരു അംഗവൈകല്യമുള്ളവനായി പോയി. എന്റെ ഉമ്മക്കും എന്റെ ബാപ്പക്കും എന്റെ വിഷയത്തിൽ വലിയ ആദിയാണ്, ബേജാറാണ്. കാരണം ബാക്കിയുള്ളവർക്ക് ആരോഗ്യപരമായ ഒരു കുഴപ്പവുമില്ല, ഞാൻ മാത്രം ഒരു 1.5 കാലനായി പോയല്ലോ. എന്റെ കുട്ടി എവിടെ ചെന്നാലും കുഴങ്ങിപ്പോകുമോ എന്ന ബേജാർ ഉമ്മക്കും ഉപ്പക്കും ഉണ്ടാകുമല്ലോ. അങ്ങനെ 1.5 കാലനായ എന്റെ വിഷയത്തിൽ അവർക്ക് വലിയ ബേജാറുണ്ട്, ഭീതിയുണ്ട്. എന്റെ എല്ലാ വിഷയത്തിലും അവർ നന്നായി തേടാറുണ്ട്. എന്നിട്ട് അദ്ദേഹം വിഷയങ്ങൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, വയനാട്ടിൽ മഹാനായ ഖുതുബുൽ ആലം സിഎം വലിയുള്ളാഹി വന്ന അവസരത്തിൽ ഞാൻ പൊതുപരീക്ഷയിൽ പഠിക്കുന്ന സമയമാണ്. എന്നോട് എന്റെ ഉമ്മ പറഞ്ഞു, മോനെ സിഎം അബൂബക്കർ മുസ്ലിയാർ വന്നിട്ടുണ്ട്, ഓറ് വലിയ സംഭവമാണ്, പൊതുപരീക്ഷയ്ക്ക് പഠിക്കുകയല്ലേ, ചെന്നൊന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തേക്ക്, ദ്വാരക്കാൻ പറഞ്ഞിട്ട് പോരും മോനെ എന്ന് പറഞ്ഞു. എനിക്കറിയില്ലല്ലോ, 7ാം ക്ലാസ്സുകാരന്റെ പക്വതയല്ലേ എനിക്കുള്ളൂ. ഞാൻ സിഎം വലിയുള്ളാഹിയുള്ള വീട്ടിൽ എന്ന് നോക്കുമ്പോ മഹാനവർകൾ ഒരു കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെന്ന് അസ്സലാമു അലൈക്കും, പൊതുപരീക്ഷയാണ് പാസ്സാകാൻ വേണ്ടി തീർക്കണോ, എനിക്കറിയൂല, അവിടെ ചെന്നൊന്ന് കാത്തു നിൽക്കണോ, സദസ്സൊന്ന് നോക്കണം, അതോടുകൂടെ സമീപിക്കണം, അതിനുള്ള പക്വതയൊന്നും എനിക്കായിട്ടില്ല. ഞാൻ എന്റെ 1.5 കാലം കൊണ്ട് വേഗം അങ്ങ് കയറി ചെന്ന് സലാം പറഞ്ഞ ഉടനെ ആ മാത്രയിൽ തന്നെ അങ്ങ് പറഞ്ഞു തീർത്തു, പൊതുപരീക്ഷയാണ് പാസ്സാകാൻ വേണ്ടി തീർക്കണോ. കിടക്കുന്ന ഓറ് ഒന്ന് തിരിഞ്ഞു കിടന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ പൊതുപരീക്ഷയിൽ മാത്രമല്ല എഴുതുന്ന എല്ലാ പരീക്ഷയിലും നീ പാസ്സായിരിക്കുന്നു, നിനക്ക് പോവാം. എഴുതുന്ന എല്ലാ പരീക്ഷയിലും പാസ്സായിരിക്കുന്നു, പൊക്കോർന്നു, റാങ്കോടുകൂടെ പാസ്സായിരിക്കുന്നു, പോകാം. അദ്ദേഹം പറയാണ്, ഞാനതെങ്ങനെ കേട്ടപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു പോയി, പടച്ചോനെ റാങ്ക് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ലായിരുന്നു, പാസ്സായി കിട്ടിയാൽ തന്നെ സമാധാനല്ലേ, പിന്നല്ലേ റാങ്ക് എന്നുള്ളത്. പക്ഷേ അതൊരു വെറും വാക്കായിരുന്നില്ല. അത് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ടുള്ള സംസാരമാണ്. അന്നു തൊട്ട് ഉസ്താദേ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയ സകല പരീക്ഷകളിലും ഞാൻ റാങ്കുകാരനാണ്, ഞാൻ വിജയിയാണെന്ന് മാത്രമല്ല റാങ്കിന്റെ തിളക്കത്തോടുകൂടെ വിജയിച്ചയാളാണ്. എന്നിട്ട് അദ്ദേഹം അനുഭവം പറയുകയാണ്, ഞാനൊരു ദാരിമിയാണ്, നന്ദി ദാറുസ്സലാമിൽ മഹാനായ ശംസുൽ ഉലമയുടെ മുന്നിലിരുന്ന് കിതാബ് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. നിങ്ങൾക്ക് പരിശോധിക്കാം, ഞാൻ പഠിച്ച വർഷം നന്ദി ദാറുസ്സലാമിൽ 1ാം റാങ്കോടുകൂടെ പാസ്സായ ആള് ഞാനാണ്. എവിടെ നിന്ന് തുടങ്ങിയതാണ്? 7ാം ക്ലാസ്സുകാരനായപ്പോ ഖുതുബുൽ ആലം സിഎം വലിയുള്ളാഹി കിടക്കുന്ന കട്ടിലിൽ നിന്ന് തിരിഞ്ഞു കടന്നിട്ട് പുഞ്ചിരിയോടുകൂടെ പറയുകയാണ് പക്വതയെത്താത്തൊരു മോനോട്, പൊതുപരീക്ഷയാണ് പാസ്സാകാൻ വേണ്ടി തീർക്കണമെന്നല്ലേ പറഞ്ഞത്, എഴുതുന്ന എല്ലാ പരീക്ഷയിലും റാങ്കിന്റെ തിളക്കത്തോടുകൂടെ പാസ്സായിരിക്കുന്നു മോനെ, നിനക്ക് പോവാം.
നന്ദി ദാറുസലാമിൽ നിന്ന് റാങ്കോടുകൂടെ പാസ്സായി. തീർന്നില്ല, ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആവേണ്ട ആളൊന്നുമല്ല, അതിനുള്ള ഒരു ക്വാളിറ്റി ഒന്നും എനിക്കില്ല. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സുബ്ഹാനല്ലാഹ്, PSC പരീക്ഷയിൽ അതും റാങ്കിന്റെ തിളക്കം തന്നെ. അങ്ങനെ ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടറായി മാറി. ഞാനിത് പറഞ്ഞു വന്നത്, എനിക്ക് അദ്ദേഹം ഈ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് വലിയ താല്പര്യമായി. മാഷാ അല്ലാഹ്, മഹാന്മാരെ പറ്റി പറയുന്നിടത്ത് ബറക്കത്തിറങ്ങുമെന്നല്ലേ, അവരുടെ മദതുണ്ടാകുമെന്നല്ലേ. ഞാൻ അദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്ന് വിശേഷങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ വടകര മമ്മദാജൂറുമായി നല്ല ബന്ധമുള്ളയാളാണ്. ഞാൻ വടകര മമ്മദാജൂറുമായി നല്ല ബന്ധമുള്ളയാളാണ്. എനിക്കറിയൂല എന്റെ രഹസ്യം എന്താണ് എന്നൊന്നും എനിക്കറിയൂല. ഞാൻ ചെന്ന ആലിമീങ്ങൾക്കൊക്കെ എന്നോടൊരു കൽബിലൊരു മഹബത്ത് തോന്നാറുണ്ട്, അവരെന്നെ സ്വീകരിക്കാറുണ്ട്. ഞാനും പള്ളിയിൽ ഒരു ഉസ്താദും കൂടെ ഓറെ കാണാൻ വേണ്ടി ചെന്നു. സുബ്ഹാനല്ലാഹ്, കണ്ട ഉടനെ എന്നോട് കയറി ചെല്ലാൻ പറഞ്ഞു. കൂടെ വന്ന ആളോട് പറഞ്ഞു, നീ പോടാ, നീ പോടാ, നീ ഇങ്ങോട്ട് കേറണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് കയറി ചെല്ലാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നതിന്റെ പൊരുൾ, എന്റെ മൂക്കിൽ ദശ വളർന്ന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയപ്പോ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞതാണ്, വടകര മമ്മദാജിയോട് എന്ന് തോർപ്പിച്ചേക്കെന്ന്. ഞാൻ ആ വിശേഷം പറയാൻ വേണ്ടിയിട്ടാ ചെന്നത്. അത് പറയേണ്ടി വന്നില്ല. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. മോനെ, വന്ന വിഷയം, ഉമ്മയുടെ ഖബർ അവിടെയുണ്ട്. ഉമ്മയുടെ ഖബറിന്റെ അടുത്തൊന്ന് പോയി സിയാറത്ത് ചെയ്തിട്ട് ഞാൻ ഇന്ന വിഷയത്തിന് വന്നതാണെന്ന് പറഞ്ഞേക്ക്. ആ വിഷയം അങ്ങ് റാഹത്തായിക്കൊള്ളൂ. സുബ്ഹാനല്ലാഹ്, ഞാൻ വന്നത് ഇങ്ങനെ ഒരു മേറ്റർ പറയാനാണ്. ആ മേറ്റർ പോലും പറയേണ്ടി വന്നില്ല. എന്റെ ഖൽബ് വായിച്ചതുപോലെ ഞാൻ ചെന്നു ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് ഞാൻ എന്റെ സങ്കടം പറഞ്ഞു പോന്നു. ഡോക്ടറെ സമീപിച്ചപ്പോ ഡോക്ടർമാരുടെ വിധിയെഴുത്ത്, ഇതെന്തൊരത്ഭുതമാണ്. ഈ തൊട്ടടുത്ത ദിവസം വരെ ചെക്ക് ചെയ്തപ്പോ ഓപ്പറേഷൻ നിർബന്ധമാണെന്ന് വിധി എഴുതിയ ഡോക്ടർമാർ എവിടെ പോയി? നിങ്ങളുടെ രോഗത്തിന്റെ ഒരടയാളവും കാണുന്നില്ലല്ലോ. എന്തത്ഭുതമാണ് നിങ്ങളിൽ സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞു വന്നത്. മുഅ്മിനീങ്ങളെ, ഇത് വടകര മമ്മദാജിയോരുടെ പേരിലുള്ള മജ്‌ലിസ് അല്ലേ? അർഹമുർ റഹീമേ, ആ ഒരു കാവല് ഞങ്ങളിലും ഈ സദസ്സിലും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളിലും നീ നൽകണേ അല്ലാഹ്.